നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. വരുന്ന പഞ്ചമിതിഥി അപ്ഡേറ്റ് പറയാം. വളർപ്പിറ പഞ്ചമിയാണ് വരുന്നത്. ഏപ്രിൽ 2-ാം തീയതി ബുധനാഴ്ചയാണ് വരുന്നത്. സോ നിങ്ങൾ പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 1-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 7 മണി വരെയാണ്. അതിനുശേഷം വരുന്ന പേരുകൾ എനിക്ക് എടുക്കാൻ സാധിക്കില്ല. നമ്മുടെ വീഡിയോസ് തുടർച്ചയായി കാണുന്നവർക്ക് പഞ്ചമിതിഥി പൂജ വഴിപാട് എന്നിവയുടെ ഡീറ്റെയിൽസ് അറിയാം. അതിൻ്റെ ബെനിഫിറ്റ്സും അറിയാം. പ്രൊസീജിയേഴ്സ് എങ്ങനെയെന്ന്, എങ്ങനെ പേരുകൾ കൊടുക്കണം, ഇതെല്ലാം തുടർന്ന് വീഡിയോ കാണുന്നവർക്ക് അറിയാം. നിങ്ങൾ പുതുതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ഞങ്ങൾക്കും പേരുകൾ കൊടുക്കണം, പ്രൊസീജിയേഴ്സ് അറിയണം. അങ്ങനെയെങ്കിൽ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അന്നേരം റിപ്ലൈ ആയിട്ട് ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഫസ്റ്റ് എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വേണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. അങ്ങനെ പേരുകൾ കൊടുക്കുന്നവർ പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലപ്പേര് ഇവ ടൈപ്പ് ചെയ്ത് ഇടുക. എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്നുള്ളത് വോയിസ് മെസ്സേജായിട്ട് ഇട്ടോളുക. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പരിഹാരത്തെ പറ്റിയാണ് പറയുന്നത്. ഇത് വന്നിട്ട് ഇന്നേക്ക് ഈവനിങ് നിങ്ങൾ ചെയ്യണം. ഇത് ഒത്തിരി ശക്തിയുള്ള ഒരു മുറയാണ്. വരാഹി അമ്മയ്ക്ക് ഈ ഒരു മുറ വന്നിട്ട്, ഈ ഒരു വഴിപാട് വന്നിട്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് അത്യുത്തമം. ഇതിന് ഒത്തിരി അധികം പൊരുൾകളൊന്നും ആവശ്യമില്ല. വെറും വെറ്റിലയും ഏലക്കായും മാത്രം മതി. സാധാരണ ഈ വെറ്റിലയും ഏലക്കായും വച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക എന്ന ഡൗട്ട് ഒരു ചില പേർക്കെങ്കിലും വരാം. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. എന്തെന്നാൽ കൺദൃഷ്ടി വിഷയങ്ങൾ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റും. വീട്ടിൽ ആരേലും ഒത്തിരി വയ്യാതെ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടിരുന്നാൽ, അസുഖത്താൽ കഷ്ടപ്പെട്ടിട്ടിരുന്നാൽ ആ വിഷയങ്ങൾക്കും ഈ വെറ്റിലയും ഏലക്കയും വന്നിട്ട് നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നിങ്ങൾ ഒരു കർച്ചീഫിലോ അല്ലെങ്കിൽ ഒരു തുണിക്കഷ്ണത്തിലോ ആണ് മുടിഞ്ഞ് വയ്ക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ ശരിയാകും. അതൊരു ദൈവിക ഐതിഹ്യമാണ്. അങ്ങനെയുള്ള ഒരു ചില കാര്യങ്ങൾ ഇതിൽ ഫോളോ ചെയ്യാവുന്നതാണ്. ഇത് മാത്രമല്ല, ഒത്തിരി നാളായിട്ട് നടക്കാതെ തടസ്സപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ കൂടെ നിങ്ങൾക്കിത് വച്ച് സാധിച്ചെടുക്കാവുന്നതാണ്. ഈ മുടിച്ചി എന്നത് ഫസ്റ്റ് നിങ്ങളുടെ കുലദൈവത്തെ വിചാരിച്ച്, അത് കഴിഞ്ഞിട്ട് വരാഹി അമ്മയെ പ്രാർത്ഥിച്ച് നിങ്ങൾ ഈ മുടിച്ചിലിട്ട് വയ്ക്കുക. കാരണം ഇത് വന്നിട്ട് അടുത്ത ദിവസം മീൻസ് സൺഡേ, ഞായറാഴ്ച നിങ്ങളിത് എരിച്ച് കളയേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ വിഷയത്തിനുള്ള റിസൾട്ട്സ് എവിടെ നിന്ന് വരും എന്നൊന്നും അറിയില്ല. ബട്ട് തീർച്ചയായും നിങ്ങൾക്ക് ഒരു തീർപ്പ് കിട്ടും, ഒരു മുടിവ് തീർച്ചയായും ആ വിഷയത്തിന് കിട്ടിയിരിക്കും. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം, നോക്കിക്കോളൂ. അതിനു മുന്നേ ഫ്രണ്ട്സ്, വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. ഇത് എന്താ ചെയ്യണമെന്നാൽ, ഒരു ചില പേര് വീട്ടിൽ സാരി ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നൈറ്റി, ചുരിദാർ അങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഏത് ഡ്രസ്സാണെങ്കിലും പ്രശ്നമില്ല. നിങ്ങളിത് ഒരു തുണിയിൽ കെട്ടിയെടുത്ത് കിഴിയായിട്ട്, നിങ്ങളുടെ സാരിയാണ് കെട്ടുന്നതെങ്കിൽ സാരിയുടെ മുന്താണിയിൽ കെട്ടിയിട്ടുക. അല്ല വേറെ എന്ത് ഡ്രസ്സായാലും ശരി, സൈഡിലായിട്ട് അങ്ങ് കെട്ടിയിട്ടേക്കുക. നൈറ്റിയൊക്കെ ആണെങ്കിൽ ഒരു പിൻ ചെയ്ത് അങ്ങ് വെച്ചേക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. വെറ്റിലയും ഏലക്കായും എന്ന്. ഇത് എങ്ങനെ എടുക്കണമെന്നാൽ ഒരു 3 വെറ്റില എടുത്തോളുക. ഓക്കെ, ഈ 3 വെറ്റില നോക്കിയാൽ നിങ്ങൾ കാമ്പിനെ കട്ട് ചെയ്തെടുക്കുക. ഞെട്ട് കട്ട് ചെയ്തതായിരിക്കണം. ഇത് നോക്കിക്കോളൂ.
ഈ കാമ്പില്ലാത്ത 3 വെറ്റിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു 3 ഏലക്കായും കൂടെ എടുത്തോളുക. ഈ 2 പൊരുൾകൾ മാത്രമാണ് നമ്മൾ വയ്ക്കുന്നത്. പറഞ്ഞുല്ലോ, ഒരു കർച്ചീഫിലോ അല്ലെങ്കിൽ ഒരു ചെറിയ തുണിയിലോ കെട്ടിയിട്ട്, സാരി കെട്ടുന്നവരാണെങ്കിൽ മുന്താണിയിൽ മുടിച്ചിട്ട് വച്ചോളുക. സപ്പോസ് സാരി കെട്ടാത്തവർ നിങ്ങൾ വെളിയിൽ പോകുമ്പോൾ അത് പറ്റത്തില്ല എന്നുള്ളവരാണെങ്കിൽ ഒരു കർച്ചീഫിൽ ഇരിക്കുമല്ലേ, അത് കർച്ചീഫിൽ തനിയായിട്ട് ഈ മുടിച്ചിലിട്ടിട്ട് അത് സൂക്ഷിച്ച് വെച്ചോളുക. ഇത് ചെയ്യേണ്ട ടൈമിങ്സ് എന്ന് പറയുമ്പോൾ സാറ്റർഡേ, ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക്, അതായത് 6:30 മേലെ, ആഫ്റ്റർ 6:30 PM സാറ്റർഡേ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 6:30 മേലെയേ ചെയ്യാൻ പാടുള്ളൂ. 3 വെറ്റില, 3 ഏലക്കായ, ഇത് രണ്ടും ഒന്നായിട്ട് നിങ്ങൾ ഒരു നല്ല തുണിയിലോ അല്ലെങ്കിൽ അത് കർച്ചീഫ്, അത് നിങ്ങളുടെ ഓപ്ഷനാണ്, ഇത് വച്ചിട്ട് ഇത് മുടിച്ചിലിടണം. ഇത് ചെയ്യുന്നതിന് മുന്നേ തന്നെ വരാഹിയമ്മയെ നന്നായിട്ട് പ്രാർത്ഥിച്ച് അമ്മയുടെ ഒരു മന്ത്രം കൂടെ ചൊല്ലിക്കൊള്ളുക. എന്നിട്ട് ഈ മുടിച്ചിലെടുത്തിട്ട് നിങ്ങൾ അമ്മയുടെ പാദത്തിൽ വെക്കണം. അതായത് വീട്ടിൽ പൂജാറ ഉണ്ടല്ലോ, പൂജാറയിൽ വെക്കുക. ഇപ്പം അമ്മയുടെ ശിലയോ ഫോട്ടോയോ ഒന്നും ഇല്ലാത്തവർ ഒരു ഇടിഞ്ഞിൽ വെച്ച് വിളക്ക് കത്തിക്കുന്നുണ്ടാവുമല്ലോ, അതിൻ്റെ സൈഡിലായിട്ട് വെച്ചേക്കുക. എന്നിട്ട് അത് ഒരു ഫുൾ നൈറ്റ്, ഒരു ഓവർ നൈറ്റ് അങ്ങനെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് സൺഡേ ഉണ്ടല്ലോ, സൺഡേ നൈറ്റ്, അതായത് ഞായറാഴ്ച രാത്രി 9 മണിക്ക് മേലെ, സൺഡേ ആഫ്റ്റർ 9 PM നിങ്ങൾ ഈ മുടിച്ചിലില്ലയാ, ഈ വെറ്റിലയും ഏലക്കായും ചേർത്ത് നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന ഈ മുടിച്ചിലെടുത്തിട്ട് അത് അവത്തെടുത്തിട്ട് നിങ്ങൾ സാമ്പ്രാണി ഇടുന്നില്ലേ, സാമ്പ്രാണി ഇടുന്നതിൽ ഇട്ട് ഇത് എരിക്കണം. ഈ തുണിയുമെല്ലാം ഒന്നിച്ചിട്ട് അങ്ങ് എരിക്കുക. ഒരു കർപ്പൂരം വച്ചിട്ട് എരിച്ചോളുക കേട്ടോ. ഇതുപോലെ ചെയ്യുക. ഇത് എരിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ വരാഹിയമ്മയെ പ്രാർത്ഥിച്ച് ഒരു കാര്യം നടക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങളിത് കിഴികെട്ടി ഒക്കെ വയ്ക്കുന്നത്. ഇത് എരിക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് കാര്യം വിചാരിച്ച് ഇത് കിഴികെട്ടി വച്ചുവോ ആ കാര്യം വന്നിട്ട് നല്ലതായിട്ട് നടക്കണമെന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ ഇത് എരിക്കാനായിട്ട്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒത്തിരി നാളായിട്ട് കിടക്കയിലാണേൽ അവർ എഴുന്നേറ്റിരിക്കണം. ഇല്ലാച്ചാൽ ഒത്തിരി പ്രോബ്ലംസിലിരിക്കുന്നു, അവർ ഒരു ഭക്ഷണമെങ്കിലും കഴിക്കണം. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ വെറ്റില എരിക്കാൻ എടുക്കുമ്പോഴുണ്ടല്ലോ, മനസ്സിൽ നല്ലതായിട്ട് വരാഹിയമ്മയോട് പ്രാർത്ഥിക്കണം. ആ ആരോഗ്യ പ്രശ്നമുള്ളവർ നാളേക്കുള്ളിൽ വന്ന് എണീറ്റിരിക്കണം. അതിന് അമ്മേ എന്നെ സഹായിക്കണം എന്ന് വരാഹിയമ്മയോട് അവരുടെ പേര് പറഞ്ഞ് കാര്യം പറഞ്ഞ് എല്ലാം നല്ലതായിട്ട് നടക്കണമെന്ന്, എണീറ്റിരിക്കണമെന്ന് പറഞ്ഞ് അമ്മയോട് അപേക്ഷിച്ചിട്ട് ഈ വെറ്റില നിങ്ങൾ എരിക്കണം. ഇപ്പോൾ ജോലി കിട്ടണം, കല്യാണം നടക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, അമ്മയോട് നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഈ വെറ്റില നിങ്ങൾക്ക്, ഇതിലുള്ള തിങ്സും നിങ്ങൾക്ക് എരിക്കാവുന്നതാണ്. ഇത് തീർച്ചയായും ശനിയാഴ്ച ദിവസം 6:30 മേലെയേ ഈ വഴിപാട് ചെയ്ത് വയ്ക്കുക. അതായത് മുടിച്ചിലിട്ട് ഈ തിങ്സ് വെച്ച് മുടിച്ചിലിട്ട് വെച്ചിട്ട് ഞായറാഴ്ച പിറ്റേ ദിവസം രാത്രി 9 മണിക്ക് മേലെയേ ഇത് എരിക്കാൻ പാടുള്ളൂ. ഇതാണ് പ്രൊസീജിയർ. വേറെ ഏത് ഡേയ്സിൽ ചെയ്യാൻ പാടില്ല. ശനിയാഴ്ച മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ശനിയാഴ്ച ചെയ്തിട്ട് ഞായറാഴ്ച എരിക്കുക. സോ ഇത് നിങ്ങൾ ഫോളോ ചെയ്തോളുക. ഓൺസ് അഗൈൻ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. ഒരു 3 വെറ്റിലയും 3 ഏലക്കായും എടുത്തോളുക. കൂടെ ഒരു കർച്ചീഫോ ഇല്ലെങ്കിൽ ഒരു നല്ല വൃത്തിയുള്ള തുണിയോ എടുക്കുക. എന്നിട്ട് വരാഹിയമ്മയെ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊള്ളുക. എന്നിട്ട് അമ്മയുടെ ഈ പറയുന്ന മന്ത്രം കുറഞ്ഞത് നിങ്ങൾ ഒരു 21 ടൈംസ്, അതും പറ്റിയില്ലെങ്കിൽ 11 ടൈംസ്, 11 ടൈംസിൽ കുറയാൻ പാടില്ല, ചൊല്ലിക്കൊള്ളുക. കൂടിയത് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. എന്നതിന് ശേഷം നിങ്ങൾ ഈ 3 വെറ്റിലയും 3 ഏലക്കായും ചേർത്ത് മടക്കി ഒരു നൂലുകൊണ്ട് കെട്ടുകയോ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ ഈ തുണിയിൽ വെച്ച് ഒരു കിഴിയായിട്ട് കെട്ടുക. ഒരു കിഴി കെട്ടിയിട്ട് അത് നിങ്ങളുടെ സാരി തുമ്പിലോ മുന്താണിയിലോ, അതല്ല ചുരിദാറാണെങ്കിൽ അതിൻ്റെ സൈഡിലോ, നൈറ്റി ആണെങ്കിൽ അതിൻ്റെ സൈഡിലോ ഒരു പിൻ ചെയ്ത് വെക്കുക. മുന്താണിയിലാണെങ്കിൽ കെട്ടിയിടുക. എന്നിട്ട് പൂജാറയിലിരുന്ന് അമ്മയെ നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക. അത് കഴിഞ്ഞ്
ഈ മന്ത്രവും ഒക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു അരമണി നേരമെങ്കിലും ഇത് നിങ്ങൾ പൂജാറയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നെ എടുക്കുക. ഇത് അഴിച്ചെടുത്ത്, അതായത് ഈ മുന്താണിയിൽ കെട്ടിയിട്ടിരിക്കുന്നെങ്കിൽ അതിൽ നിന്ന് അഴിച്ചെടുക്കുക. അതല്ലാച്ചാൽ പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പിന്നെടുത്ത് മാറ്റിയിട്ട് നിങ്ങളിത് വരാഹിയമ്മനോടെ പാദത്തിൽ വയ്ക്കുക. ഇപ്പോൾ ഫോട്ടോയോ ശിലയോ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇടിഞ്ഞലിൻ്റെ സൈഡിൽ, വിളക്ക് കത്തിക്കുന്നതിൻ്റെ സൈഡിൽ വെച്ചേക്കുക. അതല്ല അമ്മയെ മനസ്സിൽ കരുതിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങൾ പൂജയറയിൽ ഒരു കോർണറിലായിട്ട് ഇത് വയ്ക്കുക. വെച്ച് കഴിഞ്ഞിട്ട് അത് ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട്, ഇപ്പോൾ ഇത് ശനിയാഴ്ച നമ്മൾ 6:30 മേലെയാണ് ചെയ്യുന്നത് വൈകുന്നേരം, അത് ഫുള്ളായിട്ട് അവിടെ വെച്ചിരുന്നിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ച ഡേ ഫുള്ളായിട്ട് ഇരിക്കട്ടെ. ഞായറാഴ്ച രാത്രി 9 മണിക്ക് മേലെ, ആഫ്റ്റർ 9 PM ഇത് നിങ്ങൾ എടുത്തിട്ട് എരിച്ച് കളയണം. അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണോ, ഇപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ മുത്തച്ഛനോ മുത്തശ്ശിയോ ആരെങ്കിലും ഭയങ്കര ഒക്കാത്ത അവസ്ഥയിൽ ഇരിക്കുന്നെങ്കിൽ അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് മാറണമെന്നും, പിന്നെ നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ അതിന്, കല്യാണം നടക്കണമെങ്കിൽ അതിന്, നിങ്ങളുടെ കടങ്ങൾ മാറിക്കിട്ടണമെങ്കിൽ അതിന്, നിങ്ങൾക്ക് ഏതിന് വേണമെങ്കിലും ഇതിന് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ മുടിച്ചിലെല്ലാം അഴിച്ചെടുത്ത് ഈ വെറ്റിലയും ബാക്കിയുള്ള തിങ്സ് എല്ലാം കൂടെ ഒരു കർപ്പൂരം വച്ച് എരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഇത് എരിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി അമ്മയുടെ ആ ശക്തിയായ മന്ത്രം ഏതാന്ന് കൂടെ ഞാൻ പറയാം. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വച്ചോളുക. ഓം സൗഖ്യകാരിണ്യൈ നമഃ. ഓം സൗഖ്യകാരിണ്യൈ നമഃ. ഓം സൗഖ്യകാരിണ്യൈ നമഃ. ഇതാണ് പ്രൊസീജിയർ. ഇത് നിങ്ങൾ ഫോളോ ചെയ്തോളുക. ഇതിന് അത്രയ്ക്കും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എന്ത് കരുതി ഈ മുടിച്ചിൽ നിങ്ങൾ വരാഹി അമ്മയ്ക്ക് വയ്ക്കുന്നുവോ അത് നല്ലതായിട്ട് ശരിയായിട്ട് അമ്മ വന്ന് നടത്തിത്തരും. നമ്മൾ മനസ്സിൽ കരുതുന്ന കാര്യം അത് നല്ലതായിട്ട് ശരിയായിട്ട് നടക്കുമെന്ന് പറയാറില്ലേ, അതുപോലെ നമുക്ക് തടസ്സത്തിനാലേ ആ വിഷയം നടക്കാതെ ഇരുന്നാൽ ആ തടസ്സത്തെ ഉടച്ചെറിയാനാണ് ഇത് എരിച്ചു കളയുന്നത്. അതിനാൽ ഈ കാര്യം വന്നിട്ട് നല്ലതായിട്ട് ശരിയാവണമെന്ന് പ്രാർത്ഥിച്ചിട്ട് അമ്മയോട് കരഞ്ഞപേക്ഷിച്ചിട്ട് നിങ്ങളും ഈ വിഷയം ചെയ്തോളുക. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്കും കിട്ടുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഒരു ലൈക്കും കൂടെ തരണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.